ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ മലയാളം 4ാമത്തെ യൂണിറ്റായ പൂരം പൊടിപൂരം എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ? പാടി രസിക്കാം. കൂട്ടുകാർ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. അമ്പലമുറ്റത്ത് ഒരു ആന നിൽക്കുന്ന ചിത്രമാണ് അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ? ആന കൊമ്പൻ. അമ്പല ഗോപുല നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ യാനയിലിത്തിരി കമ്പമെണിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4 കൂടുതലുണ്ട് കുറുമ്പക്കൊമ്പന് കൂച്ചുവിലങ്ങുണ്ടേ, കൂട്ടിന് നിൽപ്പുണ്ടരികിൽ പാപ്പൻ കുറുവടിയും കൊണ്ടേ, ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ, ആനക്കൊമ്പൻ നാഗപ്പാടെ കാണാനഴകുണ്ടേ. എൻകെ ദേശം എഴുതിയ ഒരു കവിതയാണിത്. കൂട്ടുകാർക്ക് കവിത ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാർ ഈ കവിതയൊന്ന് ചൊല്ലി നോക്കണേ. എഴുതാം. കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാം. താഴെ തന്നിരിക്കുന്ന കോളത്തിൽ നമുക്ക് കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാം. അമ്പലത്തിന്റെ ഗോപുര നടയിൽ കണ്ട ആനയ്ക്ക് തുമ്പിൽ തുളയുള്ള വളഞ്ഞ തുമ്പിക്കൈയുണ്ട്. മരത്തിന്റെ ചില്ലകൾ വീഴ്ത്താൻ ശക്തിയുള്ളതാണ് ആ തുമ്പിക്കൈ. ചേമ്പില മാതിരിയുള്ള കാതുകളുണ്ട്. ആനയുടെ കാലുകൾ കരിങ്കൽ തൂണുകൾ പോലെയാണ്. കുറുമ്പു കാണിക്കുന്ന ആ കൊമ്പന് കൂച്ചുവിലങ്ങിടാൻ കുറുവടിയുമായി പാപ്പാനുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കവിതയിലെ ആന. ഇവിടെ നോക്കിക്കേ കൂട്ടുകാരെ, ഒരു ഉത്സവത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. വായിക്കാം. ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത്. ആനയില്ലാത്ത ഉത്സവമോ? അത് ഉത്സവമാകില്ല. ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഗിയുടെ മറുപടി ഇതായിരുന്നു. അതെന്താ രാഗി, ആനയില്ലാതെയും ഉത്സവം നടത്തിക്കൂടെ? നടത്താം, പക്ഷേ ഉത്സവം കേമമാവണമെങ്കിൽ ആന വേണം. പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലൊതുക്കിയ മുത്തുകുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ്. അതെ അതെ, നല്ല ചേലാണ്. പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഗി. അത് ശരിയാണ്. എന്നാലും ഉത്സവം കൊഴിപ്പിക്കാൻ ആന വേണ്ടേ? കൂട്ടുകാർ ഉത്സവത്തിന് പോയിട്ടുണ്ടോ? ഉത്സവത്തിന് പോകുമ്പോൾ അവിടെ ആനയെ കണ്ടിട്ടുണ്ടോ? ആന എങ്ങനെയാണ് നിൽക്കുന്നത്? പളവള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലൊതുക്കിയ മുത്തുകൂടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്നത്. ഉത്സവത്തിന് ആന ഇല്ലെങ്കിൽ ഒരു ഭംഗിയുമില്ല, അല്ലേ കൂട്ടുകാരെ? നമുക്ക് ബാക്കി വായിച്ചു നോക്കിയാലോ? ഹരിയും രാഗിയും കാത്തിരുന്ന ഉത്സവം എത്തി. എന്തൊരാൾ തിരക്കാണ് ഉത്സവപ്പറമ്പിൽ. പൂഴി വാഴിയിട്ടാൽ താഴെ വീഴില്ല. വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമർക്കുകയാണ്. നിരനിരയായി പലതരം കച്ചവടങ്ങൾ. ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നു. ഹരി, നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന്? അങ്ങോട്ട് നോക്ക്, കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത്? രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി. ശരിയാണല്ലോ, വമ്പൻ ഒരു കൊമ്പൻ. അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി, ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ്. ചെവി ആട്ടുന്നുണ്ട്. കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കൊമ്പനാനയല്ല, കൊമ്പനാനയുടെ രൂപം. നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം ഉണ്ട്. വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും. എന്തായാലും നല്ല ചേലായിട്ടുണ്ട്. കൂട്ടുകാർ ആ ചിത്രത്തിൽ 2 കുട്ടികളെ കാണുന്നുണ്ടോ? അവരാണ് ഹരിയും രാഗിയും. അവർ ഉത്സവപ്പറമ്പിൽ ഉത്സവം കാണാനായി എത്തിയിരിക്കുകയാണ്. എന്താ കൂട്ടുകാരെ അവർ അവിടെ കണ്ടത്? അവിടെ ഒരു കൊമ്പനാനയെ കണ്ടു. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള ഒരു കൊമ്പനാന ആയിരുന്നോ? അല്ല, അതൊരു കൊമ്പനാനയുടെ രൂപമായിരുന്നു. നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം വെച്ച് അതിനെ വണ്ടിയിൽ കൊണ്ടുപോകുകയായിരുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ? വണ്ടിച്ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി. ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല. ഹരി പറഞ്ഞത് കേട്ട് രാഗി ചിരിച്ചു. ഉത്സവപ്പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടം തുള്ളൽ ആരംഭിക്കുന്നതാണ്. മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി. മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം.
തുള്ളൽക്കാരൻ്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു. ഇവിടുത്തെ ചിത്രത്തിൽ ആനയുടെ രൂപം കണ്ടോ കൂട്ടുകാരെ? അതിനെ ഒരു വണ്ടിച്ചക്രത്തിൽ വെച്ച് കൊണ്ടുപോവുകയാണ്. അവർ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. പലതരം ബലൂണുകൾ, നിറമുള്ളത്, വലുത്, ചെറുത്, നീണ്ടത്. ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റു നിറയ്ക്കുന്നത്. കാറ്റു നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ടൊന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ രൂപം മാറുന്നു. ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ. അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ ബലൂൺ കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടോ? കൂട്ടുകാർ ബലൂൺ വാങ്ങിയിട്ടുണ്ടോ? ഇവിടെ ബലൂൺ കച്ചവടക്കാരൻ്റെ കയ്യിലുള്ള ബലൂണുകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയെല്ലാമാണ് കൂട്ടുകാരെ ഇരിക്കുന്നത്? വലുതും ചെറുതും നീണ്ടതും. പിന്നെ എങ്ങനെയെല്ലാമാണ്? ആനയുടെയും കുരങ്ങൻ്റെയും പൂച്ചയുടെയും ആപ്പിളിൻ്റെയും പന്തിൻ്റെയും രൂപത്തിലാണ് അവ ഇരിക്കുന്നത്. രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഗിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത്. തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ടാകും. രഹനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ്. ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ. ഉത്സവപ്പറമ്പിൽ എത്തിയപ്പോഴാണ് മേഘ്നയെയും ഡെയ്സിയെയും കണ്ടത്. നിറയെ കളർ ബൾബുകൾ, നക്ഷത്രങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നതുപോലെ. പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ്, അല്ലേ ഹരി? കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു. കൂട്ടുകാർ രാത്രി ഉത്സവം കാണാൻ പോയിട്ടുണ്ടോ? അവിടെ നിറയെ കളർ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? നക്ഷത്രങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നുമല്ലേ കൂട്ടുകാരെ? ഇവിടെ ആരെല്ലാമാണ് കൂട്ടുകാരെ ഉത്സവം കാണാൻ പോയത്? ഹരിയും രാഗിയും അച്ഛനും അമ്മയും. കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നു? രഹനയും ഉമ്മയും. അവിടെ ചെന്നപ്പോൾ അവർ ആരെയെല്ലാം കണ്ടു? മേഘ്നയെയും ഡെയ്സിയെയും കണ്ടു. ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ഇനി ഒരു തുള്ളൽ പാട്ടാണ് തന്നിട്ടുള്ളത്, പാടി രസിക്കാം. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു, പള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിത് പല ജനം. അപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെ ഒളിച്ചു, കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി. ഇതെഴുതിയത് കുഞ്ചൻ നമ്പ്യാർ ആണ്. ആരാണ് കൂട്ടുകാരെ കുഞ്ചൻ നമ്പ്യാർ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. എന്താ കൂട്ടുകാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യുദ്ധത്തിൽ തോറ്റ ഭടന്മാർ ഉള്ളിൽ ഭയമേറിയത് മൂലം ചിലർ വെള്ളത്തിൽ ചാടി ഒളിച്ചു. മറ്റു ചിലർ എന്തു ചെയ്തു? വള്ളിക്കെട്ടുകളിൽ ഒളിച്ചു. ചില പൊണ്ണന്മാർ എവിടെ ഒളിച്ചു? പൊണ്ണന്മാരെന്ന് പറഞ്ഞാൽ ആരാ? തടിയന്മാർ. തടിയന്മാർ എവിടെ ഒളിച്ചു? മണ്ണിൽ പല പല കുഴികൾ ഉണ്ടാക്കി അവിടെ ഒളിച്ചു. പിന്നെ ചിലർ എന്തു ചെയ്തു? കണ്ണുമടച്ച് പുതച്ചു മൂടി ഉറങ്ങാനും തുടങ്ങി. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? ഉത്സവ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി. ആളും ആരവവും ഇല്ല. പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. പ്ലാസ്റ്റിക് കവറുകളും വർണ്ണക്കടലാസുകളും ചിതറി കിടക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിന് മുമ്പിൽ അവർ നിന്നു. ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടെ മാകെ വൃത്തിയാക്കി തുടങ്ങി. പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു. എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയാക്കിയത്! ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഉത്സവപ്പറമ്പ് വൃത്തിയാക്കുന്ന ചിത്രം അവിടെ കണ്ടോ കൂട്ടുകാരെ? താഴെ ഒരു പ്രതിജ്ഞയാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ? ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയും ഇല്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനോടൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായി ഉള്ളത്. ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.